സ്വാലി സഖാഫി ആ ഉമ്മാന്റെ മോനാണ്. ആ വീട്ടിൽ ആ ഉമ്മയുമായി ആ ഫാമിലിയുമായി മറ്റു മക്കൾക്കുള്ള അവകാശം പോലെ ആ മകനും അവകാശമുണ്ട്. അവര് ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോയത്. സോലി സഖാഫി ആ ഉമ്മാന്റെ മോൻ തന്നെയാണ്. പക്ഷെ ആ ഉമ്മ സുന്നിയല്ലാന്നും ആ സോലി സഖാഫിന്റെ വാപ്പ തന്നെ സുന്നത്തേക്കാൾ സുന്നിയാന്നും പ്രസംഗിച്ചെടുക്കണ്ടേ. എറണാകുളം സമ്മേളനം നടത്തിയവർ സുന്നിയല്ല, സുന്നത്തേക്കാൾ സുന്നികളാണ്. അയിപ്പെട്ട ആളാണ് ആര്? ഈ സ്വാലി അണ്ടോണന്റെ പിതാവായ അണ്ടോൺ ഉസ്താദ്. സുന്നിയല്ലാന്നാ ഓൻ പ്രസംഗിക്കണ്ടേ. അല്ലെങ്കിൽ എന്നെ കൊണ്ടും എൻ്റെ കാട്ടുകളൻ നൗഷാദെ കൊണ്ടും പ്രസംഗിപ്പിക്കണ്ടേ. പിന്നെ എന്ത് വന്നാടോ? എന്ത് വന്നാളേ? സുന്നത്തേക്കാൾ സുന്നിയാണ് എൻ്റെ അമ്മയും ബാപ്പയും എന്ന് എന്നെ കൊണ്ടും എൻ്റെ കാട്ടുകള്ളന്മാരെ കൊണ്ടും പ്രസംഗിപ്പിക്കുക. പിന്നെ എന്ത് വന്നിട്ട് നമ്മൾ പറയണ്ടേ? ഓനോട് ഇങ്ങോട്ട് വരാൻ പറയും, ഞാൻ പറഞ്ഞെടുക്കും. എനിക്ക് ഇങ്ങോട്ട് വരാൻ പറയും. എൻ്റെ എത്തിക്ക് എൻ്റെ നമ്പർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓനച്ചറിയ ആളാ, എനിക്കറിയാലോ. ഓനോട് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകാത്ത മുമ്പ് ഈ സോലിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാട്ടുകളെ നൗഷാദ് പ്രസംഗിക്കുമ്പം ഈ സുന്നത്തേക്കാൾ സുന്നികളാണ്, എറണാകുളം സമ്മേളനത്തിൽ പങ്കെടുത്തവരും സമസ്തയിൽ ഇറങ്ങിപ്പോയവർ സുന്നിയല്ല, സുന്നത്തേക്കാൾ സുന്നികളാന്ന് പറയുമ്പോൾ സ്വാലിഹേ എൻ്റെ വാപ്പ സുന്നത്ത് കഴിച്ചിക്കണോന്ന് എത്ര കൊല്ലം ഈ നിങ്ങൾ പ്രസംഗിച്ച അന്ന് തൊട്ട് ചോദിച്ചിട്ടില്ലേ? അന്ന് മുണ്ടിയോ? സ്വന്തം ബാപ്പാനെ സുന്നത്ത് കഴിക്കാത്തവനാണെന്ന് ഒപ്പം കുത്തിറച്ച് പ്രസംഗിച്ച് തിരിച്ചു കൊടുത്തവനാ സ്വാലിഹ്. പിന്നെ എന്ത് ബന്ധമാണ് ഉമ്മാനും ബാപ്പാനോടും? എന്ത് ബന്ധാടാ? എന്ത് ബന്ധാ പറയണ്ടേ? സുന്നിയല്ലാന്ന് പ്രസംഗിച്ചവന്റെ ബന്ധമുണ്ടോ? ആദർശമാണ് ഏറ്റവും വലിയ ബന്ധം അല്ലേ? ആദർശപരമായ ബന്ധം. ആദർശം ഇല്ലെങ്കിൽ ബന്ധമില്ല. നൂഹ് മോനെ പറ്റി നിങ്ങൾ അങ്ങനെയല്ലേ പറയല്? ജയ്സമിൻ ഹരിക്ക. ആദർശം ഉണ്ടോ ബന്ധം ഉണ്ടാവും. ആദർശം ഇല്ലേ? ഈ സോലി പറഞ്ഞെന്താ? സോലി നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണെന്താ? എൻ്റെ അമ്മയും ബാപ്പി സുന്നത്തേക്കാൾ സുന്നിയാണ്. പിന്നെ ഓനായിട്ട ബന്ധം? അതോടെ അവൻ ആട്ടിയത്. എന്നിട്ട് ഓൻ ആട്ടിയിട്ടില്ല. ഈ ഓന് പിന്നെ നിങ്ങളെ കൂട്ടിക്കൊണ്ടപ്പോഴാണ് ആട്ടിയത്. ഓനടക്കം മനസ്സിലായോ? ഓൻ മെച്ചെന്നറ വന്നിട്ടില്ലേ? ഓനാരെ ആട്ടിക്കണോ? ഓന് എന്നെ പോലത്തെ കാട്ടുകള്ളന്മാരെ കൂട്ടിയാടെ വന്നു. അപ്പോൾ ആട്ടണ്ടേ? സ്വന്തം മാനം ബാപ്പാനെ പറ്റി സുന്നത്തേക്കാൾ സുന്നികളാണെന്നും ഒരു സുന്നിയല്ലാന്നും പ്രസംഗിപ്പിക്കുക. എന്നിട്ട് പിന്നെ ഓർക്ക് വേണ്ടി തോർക്കാൻ പറ്റുക. ഇവിടുത്തെ നിയമാടോ? സുന്നിയല്ലാത്തവർക്ക് തോർക്കാൻ പറ്റുമോ? സുന്നിയല്ലാത്തവർക്ക് നിസ്കരിക്കാൻ പറ്റുമോ? മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് തിരുത്തിപ്പിക്കടാ. അല്ലെങ്കിൽ ഓൻ തിരുത്തട്ടെ. അല്ലെങ്കിൽ എന്നെ കൊണ്ടും നൗഷാദിനെ കൊണ്ടും നിങ്ങളെ കാട്ടുകള്ളന്മാരെ കൊണ്ട് മൊത്തം തിരുത്തിപ്പിച്ചിട്ട് കൊണ്ടുപോട്ടെ നൗഷാദിനാണ്ട്. അപ്പോൾ ഒരാളും അറിയില്ല. അല്ലാത്ത കാലത്തോളം അവനെ ആട്ടും. അവന് പോകാൻ പാടില്ല. അവന് മാത്രം വലിപ്പമുണ്ടല്ലോ. സ്വന്തം അമ്മയും ബാപ്പി സുന്നില്ല എന്ന് പറയാം. പിന്നെ ഓർക്ക് വേണ്ടി തോർക്കാൻ പോയി. ആർക്ക് വേണം അവനെ തോന്നാ? ആർക്ക് വേണം? മാത്രമല്ല എ പി സ്ഥാനം സുന്നിയല്ല എന്ന് അവൻ പ്രസംഗിപ്പിക്കുന്നുണ്ട്. ആ എ പി സ്ഥാനം അങ്ങേറ്റ മഹബത്തേക്കാണ് ഉമ്മയാണേ. എന്നിട്ട് ആ ഉമ്മാൻ്റെ പേരിൽ ഓർക്കാൻ പോയിക്കോ അവനെ. ഇങ്ങേപ്പുറത്ത് ഇങ്ങനെ പറയും ചെയ്യുക, സ്റ്റേജ് കെട്ടിക്കാണ്ട്. അവനെ ആട്ടിയാൽ മതിയോ? വളരെ കൃത്യമല്ലേ കാര്യം? എന്നിട്ട് അതിന്റെ പേരിൽ ആഘോഷം നടത്തി ആ മണ്ടനായ മജീദൊക്കെ ഓനക്കെട്ട് ഇര കിട്ടിയാൽ ഇറങ്ങാൻ നിൽക്കുകയാണ്. അത് പേരോടന്റെ ശിഷ്യന്മാരാണ്. സിറാജുലുദ്ദീനെ വിളിച്ചിട്ട് പ്രത്യേകം ഇജാസത്ത് കൊടുത്താണ്. ഇനി ഒരു രണ്ടാളാണ് ഇത് കാര്യമായിട്ടുണ്ടായാലേ. ഒന്നൊരു മുട്ടിയും വേറെ മണ്ടനും. ഈ കാട്ടുകള്ളൻ സമത് പമ്പേസ് സീക്കയും കുറിച്ചക്കാവിനെ പറ്റി മജീസിനെ പറ്റിയാണ് പറയണ്ടേ. എടാ പോത്താളെ, നിങ്ങൾ ഓരോ ദിവസവും 4, 5, 6 മണിക്കൂർ പ്രസംഗിക്കുക. തൊഴിലെ കാറ്റും കളഞ്ഞ് പൈസയും ചിലവാക്കി. അത് വേല് രണ്ടാളും ഈ സീക്കയും കുറിച്ചക്കാപ്പിയും മജീസിനും ഉണ്ടല്ലോ, ഈ ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ വെച്ചിട്ട് പൊളിക്കാണ്ട് നടക്കുക. അതും ഞങ്ങളെ വലിയ വലിയ നേതാക്കന്മാരൊന്നുമല്ല പോലെ, നിങ്ങൾ സാധാ മൂല്യന്മാരാ. അള്ളാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ. നിങ്ങളെ കാട്ടുകള്ളന്മാരെ ഈ കുരുവ ടൂറിസം എന്താണെന്ന് ഈ സമൂഹത്തിന് പഠിപ്പിച്ച ഓല് രണ്ടാളും മാത്രമാണ്, വേറെ ആരുമില്ല. ആ 2 ഉസ്താദുമാർ എല്ലാവർക്കും അറിയാലോ. ഈ കാട്ടുകള്ളന്മാർ കള്ളന്മാരാണെന്നും ശൈത്താൻ്റെ ആളുകളാണെന്നും ഇബ്ലീസ് സ്വരീകത്തുകാരാണെന്നും ഈ ലോകത്തെ പഠിപ്പിച്ചത് ഓല് രണ്ടാളാണ്. അതുകൊണ്ടാണ് അവൻ്റെ ദേഷ്യം. മജീസിനെ വിളിക്കണ്ട മണ്ടൻ ജയിക്കാരം. മുഹമ്മദ് സഖാഫിനാണ് ഇപ്പോൾ മറ്റേ മുട്ടി എന്ന് പറഞ്ഞത്. അല്ല മറ്റേ കാട്ടുകള്ളന്മാരെ മരമുട്ടി എന്ന് പറഞ്ഞാണ്ട് അതൊക്കെ നിങ്ങളാ ദേഷ്യം ഉണ്ടല്ലോ പറഞ്ഞ് തീർക്കുക. പക്ഷെ നിങ്ങളെ വിടൂല. ഓല് രണ്ടാളും മാത്രം മതി. ഒരു പൈസ ചിലവില്ല. എന്താളെ നിങ്ങൾ എത്ര നേരം ചിലവാക്കുന്നുണ്ട്, എന്തൊക്കെ ചിലവാക്കുന്നുണ്ട്, എത്ര ആൾക്കാർ കൂടിയിട്ട് 10 ആൾക്കാർ ഇതൊന്നും മെനക്കെട്ട് പോയി പരിപാടി വെച്ചിട്ട് ഇവർ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഈ ത്വരീഖത്ത് ശരീഅത്ത് എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പ് തുറന്നുകാണ്ട് 2 പേര് വെച്ചാൽ കഥ കഴിഞ്ഞ് നിങ്ങളത്. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം ചില്ലറല്ല. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മൂത്തൂട്ടി വൈലിക്കും പോയി ചത്താളി. ഓല് നിങ്ങളെ കുഴിച്ചു മൂടും. ഓല് രണ്ടാളും ആ 2 മാത്രം മതി. എത്ര പിരുത്തേ. എൻ്റെ കാട്ടുകള്ളന് വരെ പേടിയാ. എൻ്റെ കാട്ടുകള്ളന് വരെ പേടിയെന്നാല് സീക്കയും കുടിച്ചക്കാപ്പിനെ പേടിയാണ്. അവൻ്റെ വർത്താനം കേട്ടാൽ മനസ്സിലാവും. മോന് ഒഴിഞ്ഞിങ്ങനെ പോലാ വരൂലല്ലോ. മണത്തിങ്ങനെ പോകുന്ന പറഞ്ഞാൽ അടുത്ത് കിടക്കണില്ല. അതെന്തേ? നിങ്ങൾക്ക് പറ്റിയ മരുന്നാണ് ഒരു സംശയമില്ല. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല.
കേട്ടോ. അല്ലെങ്കിൽ വന്നോ, ഗ്രൂപ്പിൽ വന്നോ. അത് രണ്ട് മുത്തലടാ, രണ്ട് മുത്തുകളാണ്, മനസ്സിലാക്കിക്കോ. തോട്ടാങ്ങ് കഴിയില്ല. നിങ്ങളെ കീറി മുറിച്ച് നിങ്ങളെ നശിപ്പിച്ചിട്ടേ ഇവരെ അടങ്ങുള്ളൂ, മനസ്സിലായോ? നശിക്കാനത്തില്ല. ഈ കുരുവ ടൂറിസം ഏറ്റവും വലിയ നശീകരണമാണെന്ന് ബോധ്യപ്പെടുത്തിയ ആലിമികളാണ് പോലെ, പണ്ഡിതന്മാരാണ് പോലെ. അള്ളാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇനി നിങ്ങളെ നശിപ്പിക്കാൻ അള്ളാഹുക്ക് തൗഫീഖ് നൽകട്ടെ. കാട്ടുകളും സമയത്ത് പോലെ വാട്സപ്പിൽ 4 വോയിസ് ഇട്ട് പോയിട്ട് ഇങ്ങനെ പേടിച്ചാലോ. അപ്പോൾ ഓലൊക്കെ നിങ്ങൾ ഇറങ്ങണ മാതിരി ഇറങ്ങിക്കാണെങ്കിലോ, സ്റ്റേജ് എത്തിക്കാണ്ട്. അപ്പോൾ എന്താ പറയുക, മജിയസിന് ഇപ്പോൾ ഉള്ള സൗദിയിലാണല്ലേ, അവിടെ മൂപ്പര് ജോലി ചെയ്യുന്ന ഇടയ്ക്ക് 4 വോയിസ് വിട്ടിട്ട് ഇവിടെ തരിപ്പണാകുകയാണെങ്കിൽ എന്താ ചങ്ങായിയെ. മൂപ്പര ഇപ്പോൾ മൂപ്പര അവിടെ ഉള്ളേ സീക്കൻകുടി സഖാഫി ബേപ്പൂർ പള്ളിക്കലല്ലേ. ഓല പള്ളിക്കൊന്നോ അല്ലെങ്കിൽ മൂപ്പര വരിയുന്നോ നമ്മളത് പോട്ടെ. ഒരു 2 വോയിസ് ഈ തൊരിക്കത്തും ശരിയത്തും ഗ്രൂപ്പിൽ ഇടുമ്പോൾ നിങ്ങൾ അവിടെ കുലുങ്ങുകയാണെങ്കിൽ അത്ര ഉള്ളൂ നിങ്ങൾ. അതിന് ബേജാറാകുക. തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ പള്ളാർച്ച അങ്ങോട്ട് കിട്ടും, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് നല്ല കിട്ടും. അതുകൊണ്ടല്ലേ നമ്മൾ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ വിളിക്കും, പോലും വിളിച്ചില്ല. അതിനൊക്കെ വിളിക്കാൻ ഞങ്ങളുണ്ട്, മനസ്സിലായോ? ഞങ്ങൾ ഉസ്താദന്മാരെ ഒന്ന് വിളിച്ചാൽ 10 ഞങ്ങൾ വിളിച്ചു. ഈ കൊണ്ടാളെ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് പോര്, എനിക്കറിയാലോ. ഇതിലുണ്ട് പോരേണ്ടി, തോട്ടശ്ശേരി കൊണ്ട് പോരേണ്ടി. അങ്ങനെ കാണാൻ നിൽക്കാൻ ഞാൻ സുലൈമാൻ സാറിനെ പറഞ്ഞ ശേഷം അതിൻ്റെ മുന്നിൽ കണ്ടിട്ടല്ലോ പറയുന്നത്. ഞാൻ ബാക്കി 2 വാട്സപ്പിൽ തന്നെ വോയിസ് വന്നിരുന്നപ്പോൾ സ്റ്റേജ് എത്തി മറുപടി അറിയണ്ടേ. ഞങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് മറുപടി പറയുക, സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മറുപടി പറയുക. ഇപ്പം അങ്ങനെ കൊള്ളുണ്ട്, ഔത്തർച്ചിക്ക് ഇങ്ങനെ കൊള്ളുണ്ട്. ഈ വാട്സപ്പിൽ വോയിസ് തന്നെ ഔത്തർച്ചിക്ക് കൊള്ളുകയാണെങ്കിൽ ഞങ്ങൾക്ക് മതിയുള്ളൂ. ഞങ്ങൾക്ക് 5 പൈസൻ്റെ മുടക്കില്ല. എന്നാലും ഞങ്ങളുടെ കാര്യങ്ങൾ ഉസ്താദന്മാർ മണ്ണിയായി ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കള്ളന്മാരാണെന്നുള്ള ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ആ 2 ഉസ്താദന്മാരാണ്. മനസ്സിലായി എനിക്ക്? അത് എനിക്കും അറിയാലോ. മനസ്സിലാക്കിക്കോ. ഇനി പോലെ വാക്കുണ്ടാവും. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്.